പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ ഒരു വെളിപ്പാടനുസരിച്ചത്രേ പോയത്, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. പ്രിയ ദൈവമക്കളെ നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൽ നിന്ന് താൻ പ്രാപിച്ച വെളിപ്പാടാണ് ഇവിടെ പറയുന്നത്. 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. നോക്കൂ, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പ്രാപിച്ച അതേ വചനമാണ് മറ്റുള്ളവരിലേക്കും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ബർന്നബാസിനെയും തീത്തോസിനെയും കൂട്ടിക്കൊണ്ടാണ് യെരുശലേമിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ പോയത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എവിടെയും ആരോടും പറയുവാൻ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ ഏതെല്ലാം രീതിയിലൂടെ കടന്നുപോയി, ഹല്ലേലൂയ, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നും അറിയാം. ഇവിടെ പറയുന്ന ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എവിടെയും എങ്ങനെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറയണമോ, ഹല്ലേലൂയ, എൻ്റെ അപ്പൻ പറഞ്ഞത് അതനുസരിച്ച് അതിലൊന്നും മറച്ചു വയ്ക്കാതെ അതേപോലെ പറയുവാനാണ് അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, എല്ലായിടത്തും, ഹല്ലേലൂയ, എടുത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ 15-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജനസമൂഹമെല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളുമെല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. പ്രിയമക്കളെ, പൗലോസും ബർന്നബാസും പരിച്ഛേദനയും മോശയുടെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതും ക്രിസ്തുവിലുള്ള രക്ഷയ്ക്ക് ആവശ്യമാണോ എന്നതായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം നമ്മൾ മുഴുവനും വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് എന്താ? യെരുശലേം കൗൺസിൽ എന്നറിയപ്പെട്ടിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളായിട്ട്, ജാതികളായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ്, ഹല്ലേലൂയ, നോക്കൂ, രക്ഷിക്കപ്പെട്ടതെന്നും ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് പുതിയ സൃഷ്ടികളാക്കിയിരിക്കുന്നു എന്നും തീരുമാനിച്ചു. ഹല്ലേലൂയ. നോക്കൂ, യെരുശലേം ഹല്ലേലൂയ, അന്നൊക്കെ എന്തോ പരിച്ഛേദന വേണം, ഹല്ലേലൂയ, എല്ലാം വളരെയധികം കടുംപിടുത്തത്തോട് നിന്നപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ജാതികൾ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടതെന്നും ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് പുതിയ സൃഷ്ടികളാക്കിയിരിക്കുന്നു എന്നും തീരുമാനിച്ച്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും അപ്പൻ്റെ പുതിയ സൃഷ്ടികളാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം അനുസരിച്ച് കൽപ്പന പ്രമാണിച്ച് നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ യേശു അപ്പച്ചൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാടനുസരിച്ചാണ് ഇവിടെ വന്നത്. ഹല്ലേലൂയ. എല്ലാം പറയുന്നതും വന്ന ആളുകളെ മനസ്സിലാക്കി വെളിപ്പാട് മാറ്റി പറയുന്നതല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്നത് എങ്ങനെ? വെളിപ്പാട് അറിയുന്നുണ്ട്, പക്ഷേ ഹല്ലേലൂയ തക്ക സമയത്ത്, അതായത് ഹല്ലേലൂയ ദൈവസന്നിധി ഒരു സമൂഹത്തിൻ്റെ അടുക്കലൊക്കെ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ചർച്ചിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ അവിടെയുള്ള ആൾക്കാരെയൊക്കെ നോക്കി വെളിപ്പാടിൻ്റെ, ഹല്ലേലൂയ, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് മാനുഷികമായിട്ടുള്ള രീതിയിലാണ് ഓരോ വെളിപ്പാടുകളും പറയുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും കണ്ടുവരുന്നത് ചിലരൊക്കെ, ഹല്ലേലൂയ, നമ്മളെല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ, വെളിപ്പാടനുസരിച്ച് പറയുമ്പോൾ അത് ദൈവികമായിട്ട് തന്നെ, ഹല്ലേലൂയ, അത് തക്കതായിട്ടുള്ള മറുപടിയാണ്. ഹല്ലേലൂയ, അത് തക്കതായിട്ടുള്ള വാഗ്ദത്തമാണ്. യേശുവിൽ നിന്ന് പ്രാപിച്ചതാണ് നമ്മോട് ഓരോരുത്തരും പറയുന്നത് എങ്കിൽ അത് ഉവ്വെന്ന് തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. ഗലാത്യർക്ക് ലേഖനം 2:6 അപ്പോസ്തലൻ പൗലോസ് തന്നെ പറയുന്നുണ്ട്, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്കേതുമില്ല, ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല, പ്രമാണികൾ എനിക്ക് ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. ഹല്ലേലൂയ.
നോക്കൂ, മനുഷ്യരുടെ മുഖം നോക്കി നമുക്ക് ഒന്നും പറയരുത്. ഹല്ലേലൂയ. ഇന്നെന്താ മനുഷ്യന്റെ മുഖം നോക്കിയ ഓരോ കാര്യങ്ങളും പറയുന്നത്. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. ദൈവം ഒരു വ്യക്തിയോടും പക്ഷപാതം കാണിക്കുക, അതായത് സ്ഥാനവും കീർത്തിയും പദവിയും പാരമ്പര്യവും ഒക്കെ നോക്കിക്കൊണ്ട് ദൈവം നിൽക്കത്തില്ല. പക്ഷേ മനുഷ്യർ അതൊക്കെ ഒന്ന് നോക്കാറുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അതേപോലെ പറയുന്നതാണ് ഏറ്റവും അത്യുത്തമം. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ വിലയിരുത്തുന്നത് തൻ്റെ ഹൃദയത്തിലെ അകത്തെ മനുഷ്യനെയാണ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവൻ അംഗീകരിക്കുന്നെന്ന് അപ്പോസ്തല പ്രവൃത്തി 10:35 പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഏത് ജാതിയിലും എൻ്റെ അപ്പനെ ഭയപ്പെട്ട്, ഹല്ലേലൂയ, നീതി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അപ്പച്ചനെ നമ്മൾ ഭയപ്പെടണം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ഭയപ്പാട് വരും. പ്രിയ മക്കളെ, അപ്പനോട് നമുക്ക് എന്ത് ചെയ്താലും നമുക്ക്, ഹല്ലേലൂയ, അപ്പൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും. ഹല്ലേലൂയ. അപ്പ ഇത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നമുക്കൊന്ന് തോന്നും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖത്തെ, കർത്താപ്പച്ചനെ അറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവൻ അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമക്കളെ, ഫിലിപ്പിയർക്കെതിരെ 2:16 പറയുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയാ, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളുകളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ ഓരോരുത്തരും ഇന്ന് വചനം പറയുന്ന ഞാനായാലും, ഹല്ലേലൂയ, ഓരോ വ്യക്തി ജീവിതങ്ങളും നമ്മൾ പറഞ്ഞ വാക്കുകള്, ദൈവസന്നിധിയിൽ ഓരോ കാര്യങ്ങളും എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം, പ്രിയ മക്കളെ, ഹല്ലേലൂയ, അന്നൊരു നാൾ നമുക്ക് വെളിപ്പെട്ട് വരും. നീ പറഞ്ഞത്, നീ പ്രവർത്തിച്ചതല്ല എന്താണെന്നുള്ളത് അപ്പൻ നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഇവിടെ പറയാം, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ഹല്ലേലൂയ. കൊരിന്ത്യർക്കെതിരെ 2:1-14 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്കെന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെ കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അറിഞ്ഞ അപ്പനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയോ, അന്ത്യം വരെയും വിശ്വസ്തയോടെ അപ്പച്ചനെ അറിഞ്ഞ് അപ്പച്ചന്റെ കൃപ, ഹല്ലേലൂയ, നമ്മോട് കൂടെ അതനുസരിച്ച് നമ്മളെ അന്ത്യം വരെ വിശ്വസ്തയോടെ ജീവിക്കണം. പ്രിയ മക്കളെ, ഇവിടെ പറഞ്ഞു നോക്കൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു. അതായത് ആരിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നോ, കർത്താവിന്റെ മക്കളെ, ഹല്ലേലൂയ, ദാസന്മാരിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളും അവരെയും എല്ലാം നമ്മളെ ഉൾക്കൊള്ളുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരു കാര്യം പറയാം, നമ്മൾ കേട്ട, അനുഭവിച്ചറിഞ്ഞ, മനസ്സിലാക്കി ക്രിസ്തുവിനെ നാം മറ്റുള്ളവർക്കും, ഹല്ലേലൂയ, പൗത്ത് കൊടുക്കണം, അത് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് മറച്ചു വെക്കുന്നവരായിട്ടല്ല. യേശുപ്പൻ നമുക്കൊരു വെളിപ്പാട് തന്നെങ്കിൽ അത് ആ വ്യക്തിയോട് പറയുവാൻ നമ്മളെ മടി കാണിക്കരുത്. ഹല്ലേലൂയ. നമ്മളോട് പറഞ്ഞത് അതേപോലെ പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു അനുഗ്രഹമായി തീരും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളെ അറിയിപ്പിക്കുന്ന അരുളപ്പാടുകൾ, വെളിപ്പാടുകൾ, ദർശനങ്ങൾ നമ്മൾ, ഹല്ലേലൂയ, അനുസരിച്ച് മറ്റു പറയേണ്ടത് പറഞ്ഞ് നമുക്ക് ഈ നാളുകളിൽ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു ശമരിയ സ്ത്രീയെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. നോക്കൂ, യേശുപ്പനെ അറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, മെശിഹായെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പട്ടണം മുഴുവനും പറയുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, നമ്മൾ, ഹല്ലേലൂയ, യേശുപ്പനെ അറിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന, ഹല്ലേലൂയ, അറിഞ്ഞ അനുഭവം, സന്തോഷം, അപ്പനിലുള്ള അനുഗ്രഹം നാം മറ്റുള്ളവരിലേക്ക് പകരണം. ഹല്ലേലൂയ. നമ്മെ തന്നെ സമർപ്പിക്കാം, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ യേശുപ്പനെ അറിഞ്ഞത്, ഹല്ലേലൂയ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങളിൽ സമർപ്പിക്കാം. അപ്പ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതൽ അനുഭവിപ്പാനിടയാണ്. എൻ്റെ അപ്പനെ അറിഞ്ഞത് വലിയ അനുഗ്രഹമായത്
മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കൃപ കൊടുക്കണം. എൻ്റെ അപ്പൻ അതിനുവേണ്ടി എടുത്ത് ഉപയോഗിക്കണമേ. അവരുടെ ഭവനത്തിന് ഹല്ലേലൂയ ഇടപെടുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് അനുഗ്രഹമാക്കണം കർത്താവേ. യേശുപ്പച്ചന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.